الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം ഭക്തിയോടുകൂടി ഖൗഫോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ആക്ട് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ പ്രാധാന്യം എത്രയാണ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ശ്വാസം നിലക്കുന്നത് വരെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അവസരം നമുക്കുള്ളൂ. അവസാനത്തെ ശ്വാസം വരെ അവന്റെ ദിക്റുകളോ സലാത്തുകളോ കർമ്മങ്ങളോ ദാനങ്ങളോ മറ്റ് കാര്യങ്ങളോ ഇബാദത്തുകളോ ഒക്കെ ചെയ്യാം. പക്ഷേ ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തനങ്ങൾക്കുള്ള അവസരമില്ല. പിന്നീടുള്ളത് നമ്മുടെ കൂടെയുണ്ടാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ ഉണർത്തി, ഇദാ മാത്ത ഇബ്നു ആദം ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് മുറിഞ്ഞുപോയി. അതിൽ ഒന്ന് തന്നെ പ്രവാചകൻ എണ്ണിയത് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ അഥവാ നിലക്കാത്ത തുടർന്നു കൊണ്ടിരിക്കുന്ന സ്വദഖ.
അല്ലെങ്കിൽ അവന് ഉപകാരപ്രദമാകുന്ന അറിവ്, അല്ലെങ്കിൽ സ്വാലിഹായ സന്താനം. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഒപ്പം ഉണ്ടാവുക. അതിൽ ഒന്നാമതായി പ്രവാചകൻ എടുത്തു പറയുന്നത് സ്വദഖത്തുൻ ജാരിയ എന്ന്. ജാരിയ എന്ന പദത്തിന്റെ അർത്ഥം നിലക്കാത്തത്, മുടങ്ങാത്തത്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അഥവാ ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രതിഫലം അവന് അത് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനവുമായി മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവന്റെ ഖിയാമത്ത് നാൾ വരെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് ജാരിയ, സ്വദഖത്തുൻ ജാരിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പദം അഥവാ വഖഫ് എന്ന പദം പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ള പദമല്ല. അതുപോലെ തന്നെ സ്വഹാബത്തും പ്രയോഗിച്ചിട്ടുള്ള പദമല്ല. വഖഫ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക, അതുപോലെ തന്നെ ബന്ധിച്ചു നിർത്തുക എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. ആ പദം പ്രവാചകൻ പ്രയോഗിച്ചതല്ല. പക്ഷേ അതിന് സമാനമായി പ്രവാചകൻ പറഞ്ഞ പദം സ്വദഖത്തുൻ ജാരിയ എന്നതാണ്. ഒരു വസ്തു, അത് ഒരു വസ്തുവിനെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആദായം ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചിതമായ രൂപത്തിൽ അത് നിലനിർത്തുക എന്നതാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വദഖത്തുൻ ജാരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ആ പദം പിന്നീട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉപയോഗിച്ചതനുസരിച്ചുകൊണ്ട് വഖഫ് എന്ന പദമായി മാറുകയാണ്. ഒരു വസ്തുവിനെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആദായത്തെ, അതിന്റെ പ്രയോജനത്തെ, അതിന്റെ വരുമാനത്തെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നതാണ് വഖഫ് അല്ലെങ്കിൽ സ്വദഖത്തുൻ ജാരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല വിധത്തിലുണ്ടാകാം. കുടുംബ വഖഫുകൾ ഉണ്ടാകാം. വഖഫുൽ അഹ്ലിയ്യ, വഖഫുൽ ദുർരിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വഖഫുണ്ട്. അഥവാ ഒരാൾ തന്റെ സമ്പത്തിൽ നിന്ന് പൗത്രന്മാരായ ആളുകൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട മിസ്കീനുകളായ ആളുകൾക്കോ അതുപോലെയുള്ള കുടുംബത്തിൽപ്പെട്ട അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി വഖഫ് ചെയ്യുക, സ്വദഖ ചെയ്യുക. എന്നിട്ട് ആ വസ്തു നിലനിർത്തിക്കൊണ്ട്, ആ വസ്തു ഒരു പക്ഷേ ഭൂമിയാകാം, ബിൽഡിങ്ങുകളാകാം, മറ്റു കാര്യങ്ങളാകാം, അതിൽ നിന്നൊക്കെയുള്ള അത് നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആദായം കുടുംബത്തിൽപ്പെട്ട ഇന്നാലിന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഇങ്ങനെയുള്ള വഖഫ് ഉണ്ടാകാറുണ്ട്. അതിന് വഖഫുൽ ഖൈരിയ്യ, വഖഫുൽ അഹ്ലിയ്യ, വഖഫുൽ ദുർരിയ്യ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ വസ്തുവിനെ പൊതുവായി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആദായം പൊതുസ്ഥാപനങ്ങൾക്ക് വേണ്ടി, പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന വഖഫുകൾ, ഉദാഹരണമായി കൊണ്ട് പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി അതുപോലെയൊക്കെ ചെയ്യുന്ന വഖഫുകൾ, അതിന് വഖഫുൽ ഖൈരിയ്യ എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ വഖഫിനെ കർമ്മശാസ്ത്രപരമായി 2ആയി തരംതിരിച്ചത് നമുക്ക് കാണാവുന്നതാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മുഅ്മിൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനിലേക്ക് പിന്നീട് എത്തപ്പെടുന്ന നന്മകൾ, സൽപ്രവർത്തനങ്ങൾ, ഒന്ന് ഇൽമൻ അല്ലമഹു വ നശറഹു, അവൻ പഠിപ്പിച്ചിട്ടുള്ള അറിവും അതുപോലെ തന്നെ അവൻ വ്യാപിച്ചിട്ടുള്ള അറിവിന്റെ ഗുണഫലങ്ങളുമാണ്. അതുപോലെ തന്നെ വലദൻ സ്വാലിഹൻ തറക്കഹു, അവൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള സ്വാലിഹായ സന്താനങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ്. അല്ലെങ്കിൽ അവൻ മുസ്ഹാഫുകൾ, ആ മുസ്ഹാഫുകൾ വഖഫ് ചെയ്യുക എന്നതാകും. ഔ മസ്ജിദൻ ബനാഹു ഔ ബൈതൻ ലിബ്നി സബീൽ ബനാഹു ഔ നഹ്റൻ നജ്റാഹു, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുക എന്നത്, അല്ലെങ്കിൽ യാത്രക്കാരായ വഴിയാത്രക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകരിക്കുമാറും ഒരു പുഴ നിർമ്മിക്കുകയോ ഒരു ജലാശയം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നത്,
ഔ സദഖത്തൻ അഖ്റജഹാ മിൻ മാലിഹി വസിഹ്ഹതിഹി വഹയാതിഹി, അവന്റെ ജീവിതകാലത്ത്, അവന്റെ ആരോഗ്യമുള്ള കാലത്ത് തന്നെ അവൻ ഏതെങ്കിലും ജാരിയയായ സ്വതക്ക ചെയ്യുക എന്നുള്ളത്, ഇതെല്ലാം തന്നെ യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, മരണശേഷം അവനിലേക്ക് വന്നെത്തുന്ന കാര്യങ്ങളാകുന്നു എന്ന്. അപ്പോ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾക്കാണ്, ആ സ്വതക്കകൾ നിശ്ചിതമായ രൂപത്തിലുള്ളതാണ്, അതിന്റെ വസ്തു നിലനിർത്തിക്കൊണ്ടാണ്, അതിന്റെ ആദായം മാത്രമാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്കോ കാര്യങ്ങൾക്കോ കുടുംബത്തിനോ വേണ്ടിയൊക്കെ എങ്ങനെയാണോ വഖഫ് ചെയ്തത് ആ വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കുതിര, അതുപോലെ തന്നെ തോട്ടങ്ങൾ, കിണറുകൾ, പള്ളികൾ, ഇതുപോലെയുള്ളതെല്ലാം തന്നെ വഖഫ് ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകൻ മദീനയിലേക്കുള്ള ഹിജ്റയിൽ പ്രവാചകൻ ആദ്യമായി എത്തിയത് ഖുബ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എത്തിയപ്പോ ലമ്മ ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വഅമറ ബിബിനാഇൽ മസ്ജിദ്, ആ ഖുബയിലെത്തിയപ്പോ പ്രവാചകൻ അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവിടെയുള്ള ആ സ്ഥലം ബനു നജ്ജാർ എന്ന് പറയുന്ന ആളുടെ കൈവശമായിരുന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു, യാ ബനു നജ്ജാർ സാമിനൂനി ബിഹായിത്തിക്കും ഹാദാ, നിങ്ങളുടെ ഈ സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി വിറ്റൂടെ, പള്ളി ഉണ്ടാക്കാൻ വേണ്ടി വിറ്റൂടെ എന്ന് ആ ആളുകളോട്, ബനു നജ്ജാർ ഗോത്രക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി ലാ നത്ലുബു സമനഹു ഇല്ലാ ഇലല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ഞങ്ങൾക്ക് വേറൊരു പണവും അതിന് വേണ്ട, വിലക്ക് ഞങ്ങൾ കൊടുക്കൂല, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നൽകിയിട്ടുള്ള വഖഫായി നൽകിയിട്ടുള്ള ആ സ്ഥലത്താണ് ഒന്നാമത്തെ പള്ളിയായ ഖുബാ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബതു അർദൻ ബി ഖൈബറ, ഖൈബറിൽ നിന്ന് എനിക്ക് കുറച്ച് ഭൂമി കിട്ടിയിട്ടുണ്ട്. ആ ഭൂമി ലം അസിബ് മാലൻ ഖത്തു അൻഫസ ഇതി മിൻഹു, ആ ഭൂമിയേക്കാൾ നല്ല ഭൂമി വേറെ എൻ്റെ അടുക്കില്ല, അതിനേക്കാൾ നല്ല ഒരു വരുമാനം ലഭിക്കുന്ന നല്ല ഒരു ഭൂമി ഖൈബറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഭൂമിയേക്കാൾ നല്ലതായിട്ട് എൻ്റെ അടുക്കലില്ല. അതെന്ത് ചെയ്യണം പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഇൻ ശിഇത ഹബ്ബത അസ്ലഹ വതസദ്ദഖത ബിഹാ, നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ, നീ നന്മ വിചാരിക്കുന്നുവെങ്കിൽ ആ ഭൂമി നിലനിർത്തിക്കൊണ്ട് അതിന്റെ വരുമാനം നീ സദഖ ചെയ്യേ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ ഖൈബറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഭൂമി അത് അദ്ദേഹം ഈ സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞ, നമ്മൾ ഇന്ന് ഈ പറഞ്ഞ വഖഫ് എന്ന പദത്തോടു കൂടി പറയുന്ന ഈ കാര്യത്തിന് വേണ്ടി ആ ഭൂമി വിതരണം ചെയ്യുകയാണ്. അതുപോലെ നബി മദീനയിലെത്തിയ സമയത്ത് അവിടെ മരുഭൂമിയാണ്, വെള്ളത്തിന് ഒരുപാട് പ്രയാസമുണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഏത് കാലത്തും വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ടായിരുന്നു അവിടെ. ബിർ റോമ എന്നായിരുന്നു ആ കിണറിന്റെ പേര്. അതൊരു ജൂതന്റെ കൈവശമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കിണർ ആരാണ് വിലക്കെടുത്തിട്ട് അതൊരു പൊതുവായ കിണറായി മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള ഒരു കിണറായിട്ട് ദാനം ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ബിർ റോമ അന്നത്തെ 35,000 ദിർഹമിന് വിലക്കെടുക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ദാനം ചെയ്യുകയും ചെയ്തു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സദഖത്തുൽ ജാരിയക്ക്, അതുപോലെ തന്നെ വഖഫിന് ഒരു ഉദാഹരണമായി നമുക്ക് കാണാവുന്നതാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന വിശുദ്ധ ഖുർആനിലെ വചനം അവതരിച്ച സമയത്ത് ഒരുപാട് സ്വഹാബത്ത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ദാനം ചെയ്യണം എന്ന വചനം അവതരിച്ചപ്പോ ഒരുപാട് ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇഷ്ടപ്പെട്ടത് നൽകാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവിടെ മദീനയിലെ വലിയ സമ്പന്നനായിരുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹവും വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കാന അബൂ ത്വൽഹ അക്സറ അൻസാരി ബിൽ മദീന മാലൻ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു വലിയ സമ്പന്നനായിരുന്നു. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ഫീ ബൈറുഹ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ബൈറുഹ തോട്ടമായിരുന്നു. ഒരുപാട് സമ്പത്തുണ്ട് അദ്ദേഹത്തിന്, ഒരുപാട് തോട്ടങ്ങളുണ്ട് അദ്ദേഹത്തിന്.
ബൈറുഹ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് മദീനയുടെ ഹൃദയഭാഗത്താണ്. പ്രവാചകനും ആ തോട്ടത്തിൽ കയറിയിരിക്കുകയും വിശ്രമിക്കുകയും അതിൽ നിന്ന് മുന്തിരിയും അതുപോലെ ഈത്തപ്പഴവും എല്ലാം കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു തോട്ടമാണത്. അപ്പൊ ഈ ആയത്തിറങ്ങിയ സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ. പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള തോട്ടം എന്ന് പറയുന്നത് ബൈറുഹ തോട്ടമാണ്. ഞാനിതാ അത് അള്ളാഹുവിന്റെ വേണ്ടി സ്വതക്ക ചെയ്തിരിക്കുന്നു. അതിന്റെ പുണ്യവും നന്മയുമെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന്. ഇങ്ങനെ നബിയുടെ കാലത്ത് സ്വഹാബത്ത് ഒരുപാട് ആളുകൾ, സമ്പന്നരായവരും അല്ലാത്തവരുമായ ആളുകൾ, തങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരുപാട് വസ്തുക്കളെ അവർ അതിനെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആദായം അവർ ഇതുപോലെയുള്ള നന്മകൾക്ക് വേണ്ടി അവർ ചെലവഴിച്ചിരുന്നു എന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്രകാരം നമ്മുടെ ഈ കാലഘട്ടത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് മാത്രമല്ല, ചെയ്യേണ്ടതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ചെയ്യാവുന്നതാണ് എന്നതല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇങ്ങനെയുള്ള വഖഫുകൾ അഥവാ സദഖത്തുൻ ജാരിയകൾ നമ്മൾ ചെയ്യേണ്ടതാണ് എന്നല്ല, ഓരോരുത്തരും എന്തെങ്കിലുമെങ്കിലും ചെയ്തു വെക്കണം. കാരണം നമ്മളൊരു കാര്യത്തിന് ഡൊണേഷൻ കൊടുത്താൽ അത് കൊടുക്കുന്നതോടുകൂടി അതിന്റെ പ്രതിഫലം ചേർക്കപ്പെട്ടു, പിന്നീട് അതിനൊന്നും കിട്ടാനില്ല. പിന്നെ അള്ളാന്റെ അടുത്ത് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു സംഭാവന നൽകിയാൽ അതിന്റെ പ്രതിഫലം അള്ളാഹ് രേഖപ്പെടുത്തി ആ പ്രതിഫലം നമുക്ക് ലഭിക്കും. എനിക്ക് ഒരു പക്ഷേ ആ പ്രതിഫലം തന്നെ നമ്മളത് എടുത്തു പറയുകയോ മിന്നത്ത് പറയുകയോ അത് ചെയ്താൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെക്കാൾ നമ്മൾ മരിച്ചാലും നമ്മോടൊപ്പമുള്ള, നമ്മൾ ഈ ദുനിയാവിലേക്ക് കടന്നു വന്നപ്പോ ഒന്നും കൊണ്ടുവന്നതല്ല, നമ്മളാരും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ അധ്വാന ഫലമായും അള്ളാഹുവിന്റെ തൗഫീഖിനാലും നമുക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ളതാണ് നമ്മുടെ അടുക്കലുള്ള എല്ലാ സമ്പത്തുക്കളും മറ്റ് കാര്യങ്ങളുമെല്ലാം. അതുകൊണ്ട് നാം പോകുന്ന സമയത്തും ഇതൊന്നും കൊണ്ടുപോവുകയില്ല എന്ന ഓർമ്മ നമുക്ക് വേണം. ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഞാൻ മുമ്പ് ഒരു തവണ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു നാട് കെട്ടിപ്പിടിച്ചു, തൊട്ടടുത്ത നാട്, അങ്ങനെ ഓരോ നാടും കഴിഞ്ഞ് അടുത്ത നാടുകൾ വെട്ടിപ്പിടിച്ച് മുന്നേറിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് അവസാനം രോഗം ബാധിക്കുകയാണ്. തന്റെ അമ്മയെപ്പോലും ഒന്ന് വന്ന് കാണാൻ അമ്മ ആവശ്യപ്പെട്ടിട്ടും കാണാൻ പോകാൻ തോന്നിയിട്ടില്ല. അങ്ങനെ ഓരോ നാടും വെട്ടിപ്പിടിച്ച് മുന്നേറിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് രോഗം ബാധിച്ചു. അവസാനം രക്ഷപ്പെടുകയില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം തന്റെ അനുയായികളോട് പറയുന്നത്, എന്റെ ശവമഞ്ചം നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് 2 ഭാഗത്തേക്ക് ഒരു ദ്വാരമിടണം, എന്നിട്ട് എന്റെ 2 കൈകളും അതിലൂടെ പുറത്തേക്കിടണം എന്നാണ്. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ നിന്ന് പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനം മനസ്സിലാക്കട്ടെ എന്ന്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. എത്ര നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ അത് ബാക്കി വെക്കണം. നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കണം എന്നത്, അധ്വാനിക്കണം എന്നത് ശരി തന്നെയാണ്, പ്രതിഫലമുള്ള കാര്യവുമാണ്. പക്ഷേ തീർച്ചയായും എന്റെ കൂടെ ഉണ്ടാകും, എന്റെ കൂടെ ഖബറിലുണ്ടാകും, എന്റെ കൂടെ ഖിയാമത്തിലുണ്ടാകും, എന്റെ കൂടെ എന്റെ ഖിയാമത്തിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ നാള് വരെ എനിക്ക് വെളിച്ചമായി, എന്റെ മുമ്പിൽ എനിക്ക് തുണയായി, തണലായി കൂടെയുണ്ടാകും എന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ജീവിതകാലത്ത് തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്തു വെച്ചിരിക്കണം. നമ്മളില്ലെങ്കിലും നമ്മളെ മക്കൾ എങ്ങനെ ജീവിക്കുന്ന ആളുകൾ, നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് എങ്ങനെ നമ്മളെ മക്കൾ ജീവിക്കുക. ഞാൻ മരിച്ചാൽ ഓൽക്കാരാണ്, അല്ലെങ്കിൽ ഭർത്താവിനാരാണ്, ഭാര്യക്കാരാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഈ ദുനിയാവിൽ അതൊരു പ്രക്രിയയാണ് ജീവിതം എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ നമ്മൾ ഇല്ലെങ്കിലായിരിക്കും നമ്മൾ ഉണ്ടായതിനേക്കാൾ സൗകര്യത്തിൽ അവർ ജീവിക്കുക. പക്ഷേ നമ്മൾ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ആഖിറമാണ്.
ആ ആഖിറത്തിനെ സുരക്ഷിതമാക്കാനുള്ള എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഈ വഖഫ് അഥവാ സദഖത്തുൻ ജാരിയ നമ്മുടെ സമ്പത്തിൽ നിന്ന്, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നാം ഓരോരുത്തരും നിർബന്ധമായും ചെയ്തു വെക്കേണ്ടതാണ്. അപ്പോ ഇന്ന് തന്നെ നാം ഓരോരുത്തരും ആ തീരുമാനമെടുക്കുക. ഇവിടെ നമുക്കറിയുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട്, പള്ളിന്റെ മദ്രസന്റെ മറ്റൊരുപാട് സംരംഭങ്ങൾ. ഈ സ്വതക്കത്തും ജാരിയായി വഖഫായി നമുക്ക് നൽകാൻ പറ്റുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഒരാൾക്ക് 10,000 രൂപയെ നൽകാൻ പറ്റുമെങ്കിൽ അത് കൊടുത്ത് വഖഫായി നിയ്യത്ത് വെക്കുക. സ്വത്താണ് നൽകാൻ കഴിയുന്നത് എങ്കിൽ സ്വത്ത് നൽകിയിട്ട് അത് വഖഫാക്കുക, സ്വതക്കത്തും ജാരിയാക്കുക. ഇങ്ങനെ നമ്മാൽ കഴിയുന്ന എന്താണോ, ചെറുതാകട്ടെ വലുതാകട്ടെ, എന്റെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യണം എന്ന ഒരു തീരുമാനം, ഒരു മനസ്സ് നമ്മുടെ ഈ ജുമാഅയുടെ സദസ്സിൽ വെച്ച് തന്നെ ഓരോ ആണും പെണ്ണും ആ നിയ്യത്തിരിക്കുകയും പിന്നീട് ആലോചിച്ച് എന്തു വേണം, ഞാൻ എന്ത് നൽകണം എന്ന് തീരുമാനിച്ച് അത് നൽകാൻ ഓരോരുത്തരും തയ്യാറാവുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞു, ആളുകൾ ആദം സന്തതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാലി മാലി, നിന്റെ മുതല് നിന്റെ മുതല്, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാ മനുഷ്യ, എന്താ നിങ്ങൾക്കുള്ളത്? ഇല്ലാമ അക്കൽത്തവ അഫ്നൈത, തിന്ന് നശിച്ചു പോയിട്ടുള്ളതല്ലാതെ, ഔ ലബിസ്ത ഫഅഫ്നൈത, ധരിച്ചു നുരുമ്പിപ്പോയിട്ടുള്ളതല്ലാതെ, ഔ തസദ്ദഖത, പിന്നെ നീ സദഖ ചെയ്തതുമല്ലാതെ. ആ ഭക്ഷണം കഴിച്ചത് കഴിഞ്ഞുപോയി, അതുപോലെ തന്നെ നാം ഭക്ഷിച്ചത് കഴിഞ്ഞു, നാം ധരിച്ചത് കഴിഞ്ഞു, ബാക്കിയാവുന്നത് സദഖയാണ്. അതുകൊണ്ട് ആ സദഖ അൽ ജാരിയ, സദഖ മറ്റു നിലക്കുള്ളത് പുണ്യമായത് ധാരാളം ചെയ്യണം. അതിന് പുറമെ ഈ പറഞ്ഞ സദഖ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാറ, രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ, സിർറൻ വ അലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. ചിലതൊക്കെ പരസ്യമാവും, പരസ്യമായി ചെയ്യേണ്ടതുണ്ടാകും, പരസ്യമായി ചെയ്താൽ വേറുള്ളവർക്ക് പ്രചോദനമാകുന്നതുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. സിർറൻ വ അലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് അതിനുള്ള പ്രതിഫലമുണ്ടാകും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടുകയോ ദുഃഖിക്കേണ്ടി വരികയോ ചെയ്യുകയില്ല എന്ന്. അതുകൊണ്ട് ഈ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവുക. ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയ ഒരു വഖഫുണ്ട്. ഗിന്നസ് ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വഖഫ് 200 ലക്ഷം ഈത്തപ്പനകൾ വഖഫ് ചെയ്തിട്ടുള്ള ഒരു വഖഫാണ്. അത് സൗദി അറേബ്യയിലെ ഷെയ്ഖ് സ്വാലിഹ് അർ-റാജിഹി എന്ന് പറഞ്ഞ ആള് വഖഫ് ചെയ്തതാണ്. 2 ഹറമുകളിലും ഇഫ്താറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് വഖഫ് ചെയ്തത്. അത് ആ വകുപ്പിൽ മാത്രമാണ് ഉപയോഗപ്പെടുത്തുക. 200 ലക്ഷം ഈത്തപ്പനകൾ ഉള്ള തോട്ടം, അദ്ദേഹം ആ തോട്ടം നിലനിർത്തിക്കൊണ്ട് അതിന്റെ വരുമാനം 2 ഹറമുകളിലും ഈ പറഞ്ഞ രൂപത്തിൽ ഇഫ്താറുകൾക്ക് വേണ്ടി അദ്ദേഹം വഖഫായി നൽകിയിട്ടുണ്ട്. വഖഫ് നൽകിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾതല്ല, അത് നോക്കി നടത്താം. വാഖിഫായ നമുക്കത് നോക്കി നടത്താം, അത് ശ്രദ്ധിക്കാം, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം, അതിന്റെ വികസനത്തിന് വേണ്ടി ശ്രദ്ധിക്കാം. പക്ഷെ നമ്മുടേതല്ല, പിന്നെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഖഫിന്റെ ഉടമസ്ഥൻ പിന്നെ അല്ലാഹുവാണ്. അത് വിൽക്കാനോ സംഭാവന ചെയ്യാനോ മറ്റേതെങ്കിലും രൂപത്തിൽ കോട്ടം തെറ്റുന്ന വിധത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താനോ പാടില്ല. വഖഫ് ചെയ്തിട്ടുള്ള ആൾ അഥവാ വാഖിഫ് മരണപ്പെട്ടാൽ അനന്തര സ്വത്തായി അത് വീതിക്കപ്പെടാനും പാടില്ല. വാപ്പ വഖഫ് ചെയ്തതാണ്, വാപ്പ മരിച്ചുപോയി, വാപ്പ ഉള്ള കാലത്ത് അതിന്റെ ആദായം പള്ളിക്ക് നൽകിയിട്ടുണ്ട്, മദ്രസയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ മരിച്ചാൽ ആ സ്വത്ത് പിന്നീട് വീതം വെക്കാനും പാടില്ല. അപ്പോ ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ തലത്തിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് സംവിധാനം വന്നിട്ടുള്ളത്. അത് മുസ്ലിങ്ങളിൽ നിന്നുള്ള വഖഫ് എന്ന് പറയുന്ന അതിന് മാത്രമല്ല, ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കുള്ള സ്വത്തുക്കൾ സംരക്ഷിക്കാനുമുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ വഖഫ് എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന എന്തോ ഒരു ആനുകൂല്യമാണ് എന്നാണ്.
സർക്കാർ നൽകുന്ന എന്തോ ഒരു സഹായമാണ് വഖഫ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെയുണ്ട്. അല്ല, ഓരോരുത്തരും ചോര നീരാക്കി അധ്വാനിച്ച് തന്റെ മക്കളും കുടുംബവും അവർ അനുഭവിക്കേണ്ട സമ്പത്ത് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് പ്രത്യേകമായി നേട്ടവും ഗുണവും ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചതാണ് വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത്. അത് എന്തായിരുന്നാലും, ആ വസ്തു എന്തായിരുന്നാലും, അല്ലാതെ സർക്കാരിന്റെ വകയായിട്ടുള്ള എന്തെങ്കിലും ഒരു ആനുകൂല്യമല്ല. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി എന്നതാണ് വഖഫ് ബോർഡ്, ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്ന അതിൽ നമുക്ക് ആ രൂപത്തിലുള്ള സംവിധാനത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വഖഫ് എന്താണെന്ന് നാം മനസ്സിലാക്കുക. വഖഫിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ടാകണം. എന്തെങ്കിലും ഒന്ന് മരിക്കാൻ കാത്തു നിൽക്കണ്ട, മരിച്ചിട്ട് അത് നൽകി ഇത് നൽകി എന്ന് പറയാൻ കാത്തു നിൽക്കണ്ട. അതിന് മുമ്പ് തന്നെ നമ്മാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകി സുരക്ഷിതമാക്കാൻ, ജീവിതത്തെ ആ യാത്രയിൽ സുരക്ഷിതമാക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ബിബാദില്ലാഹി വ നഫ്സി താനിയ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. ആ എറണാകുളം ജില്ലയിലെ മുനമ്പത്താണ് ഇപ്പോൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം നടക്കുന്നത്. ആ വഖഫ് ഭൂമി സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ആൾക്ക് തിരുവിതാംകൂർ രാജാവ് തീരാധാരം ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. 404.76 ഏക്കർ സ്ഥലമാണ് അന്ന് തീരാധാരം ചെയ്തിട്ടുള്ളത്. 404.76 ഏക്കർ സ്ഥലം. ആ ഭൂമി 1950 നവംബർ 1 എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിലെ 2115/1950 എന്ന നമ്പറിൽ ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഖാൻ ബഹദൂർ PK ഉണ്ണിക്കമ്മു സാഹിബ് എന്ന ആളുടെ പേരിലായിരുന്നു ആ വഖഫ് ആധാരമുള്ളത്. അത് അയാൾ വഖഫായി നൽകിയിട്ടുള്ളതാണ്. 1951 മാർച്ച് 28 അന്നത്തെ തഹസിൽദാർ അവിടെ വരികയും എന്നിട്ട് അതിന് 609 നമ്പറായി പോക്കുവരവ് നടത്തി പട്ടയം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ക്രയവിക്രയങ്ങളിൽ പിന്നീട് അതിന്റെ നികുതിയും ഒക്കെ അങ്ങനെ നടന്നു പോകുന്നു. അഥവാ ഏറ്റവും നല്ല എങ്ങനെയാണോ ഒരു ഭൂമി കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്, വഖഫാണെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭൂമിയാണത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ ഫറൂഖ് കോളേജ്, കോഴിക്കോട്ടുള്ള ഫറൂഖ് കോളേജ് അധികൃതർക്ക് ഇവിടെ വരാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയാതെ വന്നപ്പോ കുറെ ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയി. കുറെ ആളുകൾ കുടിയേറി, കുറെ ആളുകൾ അല്ലാതെയും അവിടെ എത്തി. അപ്പോൾ അവർ എറണാകുളത്തെ ഒരു അഭിഭാഷകനായിരുന്ന MV പോൾ എന്ന് പറയുന്ന ഒരാളെയും അതുപോലെ മറ്റൊരു അഭിഭാഷകനെയും ഈ കാര്യങ്ങൾ പവർ ഓഫ് അറ്റോർണി നൽകിക്കൊണ്ട് അധികാരമേൽപ്പിച്ചു. ഈ ആളുകളാണ് ഇതിൽ പലപ്പോഴും കുതന്ത്രങ്ങൾ കാണിച്ചിട്ടുള്ളത്. ആ വഖഫ് ആധാരത്തിൽ ഈ പറഞ്ഞ വഖഫോട് കൂടി അത് വിൽപ്പന നടത്താം എന്ന് പറഞ്ഞ ഭാഗവുമുണ്ട് എന്ന് പറയുന്നു. അതിന്റെ പേരിൽ അവർ കുറെ സ്ഥലങ്ങൾ അത് പല ആളുകൾക്കുമായി 300-ലധികം കുടുംബങ്ങൾക്കായി അത് കുറെ ഭാഗങ്ങൾ വിൽപ്പന നടത്തി അങ്ങനെ കുറെ കാശൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെയാണ് അവിടേക്ക് കുടിയേറ്റക്കാരായ അതിലുള്ള ആളുകൾ കടന്നു വരുന്നത്. എന്നാൽ അതൊരു വിവാദ വിഷയമായപ്പോ മുസ്ലിങ്ങളല്ല, നമ്മളല്ല അതൊരു വിവാദ വിഷയമാക്കുന്നത്. അവിടെ കുടിയേറിയിട്ടുള്ളതോ ഇപ്പോൾ നിലവിൽ അവർ തങ്ങളുടെ കൈകളിൽ ആധാരമുണ്ട്, നികുതി അടക്കുന്നുണ്ട്, പട്ടയമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഈ കുടുംബങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കണമെന്നോ ഒരു മുസ്ലിം സംഘടനകളും ആവശ്യപ്പെടുന്നില്ല. അവർ അതിനുവേണ്ടി വാശി പിടിക്കുന്നില്ല. മറിച്ച് ആ ആളുകളെ അവർ നിയമപ്രകാരം ഏതോ കാലത്ത് അവർ വാങ്ങിപ്പോന്നിട്ടുള്ള ആ കാര്യങ്ങളിൽ നിന്ന് കുടിയിറക്കാതെ അവരെ സംരക്ഷിക്കും എന്ന് തന്നെയാണ് മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത്. എന്നിട്ടും ആ വിവാദത്തെ പുകയ്ക്കുകയും എന്നിട്ട് അത് കത്തിക്കുകയും മാടി കത്തിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട്.
ദുരുദ്ദേശമുണ്ട്. അവിടെയുള്ള ആളുകൾ അവിടെ തന്നെ സംരക്ഷണം നൽകാം എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെയും പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കി തീർക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുകയാണ്. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. അഥവാ മുസ്ലിങ്ങളുടെ ശത്രുവായിട്ടുള്ള ശത്രുക്കൾ എന്ന് അവർ കാണുന്ന ആളുകളെ ആ രൂപത്തിൽ മിത്രമാക്കി വെച്ചാൽ ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ കിട്ടും എന്നുള്ള ഒരു ധാരണയിലാകാം ഒരു പക്ഷേ ഇങ്ങനെ ഇതിനെ ആളിക്കത്തിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാരുകൾ അതിൽ ഇടപെടുകയും പരിഹരിക്കുകയും വേണം. സർക്കാർ ഇടപെട്ടിട്ടുണ്ട്, പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ യോഗങ്ങൾ പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സമാധാനപൂർണമായി മതസൗഹാർദ്ദം തകരാത്ത വിധത്തിൽ ഈ പ്രശ്നവും പരിഹരിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിങ്ങളുടെ അടുത്ത് മാത്രമല്ല ഈ പറഞ്ഞ രൂപത്തിൽ വഖഫ് ഭൂമിയുള്ളത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രൈസ്തവ മൈനോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് 1.55% മാത്രമാണുള്ളത്. ഇന്ത്യ രാജ്യത്ത് 1.55% മാത്രമാണ് ക്രൈസ്തവ മൈനോറിറ്റി ഉള്ളത്. എന്നാൽ അവരുടെ കൈകളിലുള്ള ഭൂമി, ഇതുപോലെയുള്ള വഖഫ് ഭൂമി പോലെയുള്ള ഭൂമി 17.35 കോടി ഏക്കർ സ്ഥലമാണ്. 17.35 കോടി ഏക്കർ സ്ഥലമാണ് ഈ ക്രിസ്ത്യൻ 1.5% മാത്രമുള്ള മൈനോറിറ്റിയായ ക്രൈസ്തവ വിഭാഗത്തിന്റെ കീഴിലുള്ളത്. ക്രിസ്ത്യൻ ചർച്ചസിന്റെ കീഴിലുള്ള ഈ ആളുകൾ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പോലും അത്ര ഭൂമിയില്ല. അപ്പൊ നമ്മൾ പല സ്ഥലത്തും അക്വയർ ചെയ്തുകൊണ്ട് വിമാനത്താവളങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ സർക്കാരിന്റെ ഭൂമി ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഇന്ത്യയിലൊട്ടുക്കും ഇന്ത്യ സർക്കാരിനുള്ള പൊതുമേഖലയിലുള്ള ഭൂമിയേക്കാൾ അധികം കൈയാളുന്നവരാണ് ഈ പറഞ്ഞ 1.5% വരുന്ന ക്രിസ്ത്യാനിറ്റി. എന്നിട്ട് നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഭൂമി തിരിച്ചു പിടിക്കണം, അവിടെ മറ്റാർക്കെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ആകെയുള്ള വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ 8,65,646 ഏക്കർ മാത്രമാണ്. 8 ലക്ഷത്തിലധികം ഭൂമി മാത്രമാണുള്ളത്. ഇതിൽ ഈ വഖഫ് ബോർഡുകൾ കാലാകാലങ്ങളിൽ കടന്നു വന്നിട്ടുള്ള വഖഫ് ബോർഡുകൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. അതിനുശേഷം അത് സംരക്ഷിക്കാനുള്ള വേറൊരു വകുപ്പിന്റെ കീഴിൽ അന്വേഷണം ഉണ്ടായപ്പോ 8 ലക്ഷത്തിലധികമുള്ള ഈ വഖഫ് ഭൂമിയിൽ 3,53,850 സ്ഥലങ്ങളും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ സൈറ്റ് നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. 3 ലക്ഷത്തിലധികം ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്ഥലമടക്കമുള്ള മുനമ്പത്തുള്ള ഈ കയ്യേറിയിട്ടുള്ള സ്ഥലമടക്കമുള്ള, അതുപോലെ മറ്റു ഒരു പക്ഷേ നമ്മുടെ മഹലിലും അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള സ്ഥലം 3,53,850 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഇത്ര സ്ഥലം മാത്രമാണ് മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്, 8 ലക്ഷത്തിലധികം സ്ഥലങ്ങൾ മാത്രം. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ കയ്യിലുള്ളത് 17.35 കോടി ഏക്കർ സ്ഥലമാണ്. ഇത് ലോകാടിസ്ഥാനത്തിൽ ഗ്ലോബലായി പരിശോധിക്കുകയാണ് എങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലെ കാത്തലിക് ചർച്ചസിന്റെ അടുത്ത് 70 മില്യൺ ഹെക്ടർ ലാൻഡ് ആണുള്ളത്. 70 മില്യൺ ഹെക്ടർ ലാൻഡ് ക്രിസ്ത്യാനിറ്റിയുടെ അടുക്കലുണ്ട്. ഈ 70 മില്യൺ ഹെക്ടർ ലാൻഡ് എന്ന് പറയുന്നത് ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം മൊത്തം അളന്നാലും അതിനേക്കാൾ അധികമുണ്ട്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം മൊത്തം അളന്നാൽ ഇവിടെ അടുക്കല്ല ഈ സമ്പത്തിന് അത്രയല്ല. അത്രയും 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അങ്ങനെ 70 മില്യൺ സ്ഥലം ലോകാടിസ്ഥാനത്തിൽ അവിടെ അടുക്കലുണ്ട്. ഇന്ത്യയിൽ ഈ സ്ഥലമൊക്കെ എന്നാ കൈക്കലാക്കിയത്? ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് നമ്മൾ കുറെയൊക്കെ ചരിത്രമൊക്കെ അറിയണം. എങ്ങനെ പറയുമോ ഞങ്ങൾക്ക് കുറെ സ്വത്തുണ്ട്, ഞങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് പറയാനല്ലോ. ഇവിടെ വേറെ ജനവിഭാഗങ്ങളുടെ അവരുടെ അടുക്കലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് ക്രിസ്ത്യാനിറ്റിക്ക് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കേണ്ട ആവശ്യമല്ലേ? നമ്മൾ ആരെയും ഒഴിവാക്കാൻ പറയില്ല, അതുവരെ വീതിച്ചു കൊടുക്കണം. നമുക്ക് വാദമല്ല, സഹോദര്യത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി കഴിഞ്ഞുകൂടിയും ഒക്കെ വേണം. ഈ സ്വത്തുക്കളൊക്കെ ഇന്ത്യ രാജ്യത്ത് അവിടെ കൈകളിൽ വന്നത് 1927 അഥവാ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഇന്ത്യൻ സർച്ചസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി. ഈ ആക്ട് പ്രകാരം ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾക്കും അതുപോലെ അവരുടെ മതപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി തുച്ഛമായ വിലക്കും
ഇപ്പൊ നമ്മൾ പാട്ടക്കരാർ എന്നൊക്കെ പറയാറില്ലേ, ആ പാട്ടക്കരാറിനൊക്കെ വില എന്താണ്? ചിലപ്പോൾ 100 ഏക്കർക്ക് 10 റുപ്യ, വെറും 10 റുപ്യ ഒക്കെ ആയിരിക്കും. ഇതുപോലെ തുച്ഛമായ വിലക്കും മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ ആക്ട് പ്രകാരം ഇന്ത്യ രാജ്യത്ത് അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ലഭിച്ചു. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ ആരെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയത് വഖഫായി കൊടുത്തതാണത്? ഇത് ഈ പറഞ്ഞ രൂപത്തിൽ സർക്കാരിന്റെ കീഴിൽ ലഭിച്ചിട്ടുള്ള ഈ ആക്ട് പ്രകാരവും അല്ലാതെയും ഒക്കെ ലഭിച്ച കാര്യങ്ങളായിരിക്കും. നമുക്ക് വിരോധമില്ല, നമുക്ക് അസൂയയുമില്ല. പക്ഷെ ഈ സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ പേര്, നമ്മുടെ പേരിൽ ഈ വഖഫ് എന്ന് പറഞ്ഞ് നമ്മുടെ തൃശ്ശൂർ MLA പോലും MP പോലും എത്രമാത്രം മോശമായ വാക്കുകളാണ് ഈ വിഷയത്തിൽ പ്രയോഗിക്കുന്നത് എന്ന് പത്രവും മീഡിയയും കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇത് നമ്മുടെ ഇവിടുന്നോ ആരുടേതോ വലിച്ചെടുക്കുന്നതോ അവരുടേത് മാന്തിയെടുക്കുന്നതോ അതെല്ലാം നമ്മൾ വെട്ടിപ്പിടിക്കുന്നതോ ആണ് എന്ന രൂപത്തിലാണ് പല ആളുകളെയും സംസാരം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോര നീരാക്കി അധ്വാനിച്ച സമ്പത്ത്, അവർ അനുഭവിക്കേണ്ട സമ്പത്ത്, അവർ കഞ്ഞി കുടിക്കേണ്ട സമ്പത്ത്, അവരുടെ അനന്തരാവകാശികൾക്ക് വെക്കേണ്ട സമ്പത്ത് ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വതക്ക ചെയ്തതാണത്. അത് സുരക്ഷിതമായിരിക്കണം. ഈ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള ആളുകൾ കൂടുമ്പോഴുള്ള സൗഹാർദ്ദത്തോട് കൂടിയിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കുകയും വേണം. അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊന്ന് ആലോചിക്കുകയും ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയും ഇതെന്താണ് സംഭവം എന്ന് അറിയുകയും ഒക്കെ ചെയ്യുക. അതോടുകൂടി ഞാൻ സൂചിപ്പിച്ചതുപോലെ വഖഫിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം, അതിന്റെ ഗുണം അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും, ഞാൻ ആവർത്തിക്കട്ടെ, എന്തെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതകാലത്ത് വഖഫായി ചെയ്യുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും പ്രതികരിക്കാനും സംസാരിക്കാനുമെല്ലാം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും പലരും നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാം ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ, പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ റബ്ബേ. അവരുടെ നന്മകളെല്ലാം അവർക്ക് എത്തുന്ന ഒരു അവസ്ഥ നീ ഉണ്ടാക്കണമേ തമ്പുരാനെ. രോഗികളായി കിടക്കുന്ന ആളുകളും ആശുപത്രിയിലുള്ള ആളുകളും ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിച്ചതടക്കമുള്ള ആളുകൾ. അല്ലാഹുവേ, അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം രോഗങ്ങൾ നീ ശിഫയാക്കി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസ്ഥ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നീ നൽകണമേ തമ്പുരാനെ. വർഷങ്ങളോളമായി ബെഡ് റെസ്റ്റുകളിൽ കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ മനസ്സാന്നിധ്യം നൽകണേ തമ്പുരാനെ. ക്ഷമിക്കുവാനുള്ള കഴിവും കരുത്തും അവർക്ക് നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ, ബിസിനസ്സുകളിൽ എല്ലാം നീ ഞങ്ങൾക്ക് ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാൻ. നമ്മുടെ ദാറുൽ ഉലൂം മദ്രസയുടെ പ്രധാനാധ്യാപകൻ അബൂബക്കർ മദനിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉംറ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്ന് പുറപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്ര സുരക്ഷിതമാക്കി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി വളരെ കൃത്യമായി ഉംറ കർമ്മം നിർവഹിച്ച് നമ്മളിലേക്ക് തന്നെ ആരോഗ്യത്തോട് കൂടി തിരിച്ചു വരുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നൽകുമാറാകട്ടെ. ഈമാനോട് കൂടിച്ച് ജീവിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.